അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ലൈഫ് ചേഞ്ചിങ് സീരീസിലെ ഡേ 3 ടോപ്പിക്കാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്, നീ എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും ഫലം അള്ളാഹു തആലയിൽ നിന്നാണെന്നുള്ളൊരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഡേ 1 നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണമെന്നുള്ളൊരു സംഭവമാണ്. പിന്നെ ഉദ്ദേശം ശരിയാകണമെന്നുള്ളതാണ് നമ്മൾ ഡേ 2 നോക്കിയത്. ഡേ 3 നമ്മൾ പഠിക്കേണ്ടതായ ഇതാണ്, നമ്മൾ ചെയ്യേണ്ടത് ശ്രമങ്ങൾ, ഹാർഡ് വർക്കൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്ത ശേഷം ഫലം അള്ളാഹുവിൻ്റെ കാര്യമാണെന്നൊരു തവക്കുലാണ് ഒരു മുസ്ലിമിന് സംഭവിച്ച് വേണ്ടത്. തവക്കുൽ എന്ന് വെച്ചാൽ ക്ലിയർ ഇറ്റ് ഫസ്റ്റ് എന്നുള്ളൊരു സംഭവമാണ്. പലർക്കും തവക്കുൽ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ അള്ളാഹുവിൻ്റെ ആശ്രയിക്കുക എന്നതാണ് തോന്നുക. അത് തെറ്റാണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ ഹാർഡ് വർക്കും വേണം, പ്ലസ് ആശ്രയം എന്നുള്ളൊരു സംഭവം കൂടി ചേരുമ്പോഴാണ് തവക്കുൽ പൂർത്തിയാവുക. പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഒരു സഹാബി ഒട്ടകത്തെ കെട്ടുക, പിന്നെ അള്ളാഹുവിനെ ആശ്രയിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളൊരു സംഭവം. ഒരു സഹാബി ഒട്ടകത്തെ അയച്ചു വിട്ടപ്പോൾ അങ്ങനെ എന്തോ ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായില്ല, ഒട്ടകത്തിന് ആദ്യം നീ കെട്ടി ഭദ്രമാക്കിയിട്ട് തവക്കുൽ ചെയ്യുക, അപ്പോഴ അള്ളാഹു താല അത് ഇതാക്കി തരും. അതൊരു ജീവിത നിയമമാണ്, അത് ഒരു ലോ ഓഫ് റൂളാണ് നമ്മുടെ ലൈഫിൽ. അപ്പോൾ ഈ പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവക്കൽ എങ്ങനെ ജീവിച്ചു നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പദ്ധതി ഉണ്ടാക്കി പരിശ്രമിച്ചു മുൻകരുതലെടുത്തു. പക്ഷേ ഹൃദയം ഒരിക്കലും ഫലത്തിൽ കുടുങ്ങിയില്ല. തവക്കുൽ എന്നുള്ളത് അത്രമേൽ ഭംഗിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ. യുദ്ധത്തിൽ സ്ട്രാറ്റജി, ജീവിതത്തിൽ പ്ലാനിങ്, ദുആയിൽ പൂർണ്ണ ആശ്രയം അള്ളാഹുവിലേക്ക് അർപ്പിച്ചു. അതാണ് പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാലൻസ്. ഇന്ന് നമ്മൾ എവിടെയാണ് തെറ്റുന്നത് എന്ന് നമ്മൾ നോക്കുക. ഇന്ന് പലരും എല്ലാ കൺട്രോളും ചെയ്യാൻ ശ്രമിക്കും, ഫ്യൂച്ചർ ഓവർ തിങ്ക് ചെയ്യുന്നു, ഫെയിലിയർ ഭയക്കുന്നു. ഇതൊക്കെ നമ്മുടെ മൈൻഡിന് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രെസ്സും ഡിപ്രഷനുമായ കാര്യങ്ങളാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ എന്താ പറയുക, എല്ലാ കൺട്രോളും ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടത്, പക്ഷേ ഫ്യൂച്ചർ നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നു, ഫെയിലിയർ ഭയക്കുന്നു. ഫ്യൂച്ചർ എന്താകുമെന്നുള്ളൊരു ഭയമാണ്. നമുക്ക് നാളെയിൽ നമ്മൾ എഴുന്നേൽക്കുമോ എന്ന് പോലും ഉറപ്പില്ല. നമ്മൾ ഇന്ന് ഉറങ്ങിക്കഴിഞ്ഞ് നാളെ കണ്ണ് തുറക്കുമോ എന്നുള്ള ആ അനുഗ്രഹം ലഭിക്കുമോ എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് റിസൾട്ട് നമുക്ക് ആൻസൈറ്റി, സ്ലീപ്ലെസ്, കോൺസ്റ്റൻറ്റ് ഫിയർ. കാരണം കൺട്രോൾ നമ്മൾ ഏറ്റെടുക്കുന്നത് ട്രസ്റ്റ് ഉപേക്ഷിക്കുന്നു, അള്ളാഹുവിനുള്ള വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു കൺട്രോൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ. തവക്കുൽ വന്നാൽ എന്തും മാറും. തവക്കുൽ വന്നാൽ എന്താ വെച്ചാൽ, നീ ജോലി ചെയ്യും, പാനിക് ഉണ്ടാവില്ല. നീ ശ്രമിക്കും, നീ ഹാർഡായിട്ട് വർക്ക് ചെയ്യും, പക്ഷെ അതിൽ പേടി ഉണ്ടാവില്ല. നീ പ്ലാൻ ചെയ്യും, പക്ഷെ അതിൽ ഒബ്സഷൻ ഉണ്ടാവില്ല. ഫെയിലിയർ വന്നാലും ഇതിലൊരു ഹിക്മ ഉണ്ട്, ഒരു നന്മയുണ്ട്, ഒരു പോസിറ്റീവ് ഉണ്ട്, ഒരു ഹൈർ അള്ളാഹു തആല അതിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളൊരു മനസ്സ് നമ്മൾ അംഗീകരിക്കും. എന്ത് പ്രോബ്ലം വന്നാലും അതിലൊരു നന്മ നമ്മളുണ്ട്, അതൊരു ഇതായിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കും. ഇത് വീക്ക്നെസ് അല്ല, ഇതൊരു ഇന്നർ സ്ട്രെങ്ത് തന്നെയാണ് നമ്മൾ അങ്ങനെ അംഗീകരിക്കാനുള്ള പ്രാക്ടീസ്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള എക്സസൈസാണ്. ഇന്ന് ഒരു കാര്യത്തിൽ ഇത് പറയാൻ പഠിക്കുക, ഞാൻ ശ്രമിച്ചു, ഇനി ഫലം അള്ളാഹു തആലയ്ക്ക് വിട്ടുകൊടുക്കും. ഒരു തവക്കുൽ അള്ളാഹു തആലയ്ക്ക് കൊടുക്കുന്നു. ഈ സെൻറ്റൻസ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ റിപ്പീറ്റേഷൻ അല്ല, ഒരു റിലീസാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പോൾ പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരെ പേടിയിൽ നിന്ന് രക്ഷിച്ചതും സക്സസ്ഫുൾ ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല. ഒരു കാര്യത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു, അത് നമുക്ക് സക്സസ്ഫുൾ ആവോ ഇല്ലേന്ന് അള്ളാഹു താല തീരുമാനിക്കുന്നത് പോലെയാണ്. അതിൻ്റെ വിധിവിലക്കുകളും അതിൻ്റെ ഗുണം നൽകുന്നതെല്ലാം അള്ളാഹു താല ആണ്. അങ്ങനെയാണ് ഒരു മുസ്ലിമായ ഒരു ഇസ്ലാം ഫോളോ ചെയ്യുന്ന, പാരമ്പര്യ ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി വിശ്വസിക്കുന്നത്. നമ്മുടെ ഭൂമിയിലെ ജീവിതം ഒരു യാത്രയെ പോലെയാണ്. നമ്മളിവിടെ ഒരു യാത്രക്കാരനെ പോലെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു വോട്ട് ചെയ്യേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് ആഫ്റ്റർ നമ്മുടെ പരലോകത്ത് വരാനിരിക്കുന്ന ഒരു റിസൾട്ടാണ്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംഭവിച്ച് അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സീരീസിനെ ഇതന്നെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാം മാതൃകയിൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്ത ഒരു സ്ട്രക്ചർ കൊണ്ടുവരിക എന്നുള്ളൊരു മാതൃകയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഓഡിയൻസ് അത് കേൾക്കുക.
അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തവക്കുൽ എന്നുള്ളൊരു സംഭവം നമ്മൾ വെറുതെ അല്ല, അത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ റിസൾട്ട് നമ്മൾ ഇത്ര പെർഫെക്റ്റ് ആണ്, ഇത് കിട്ടണം എന്നുള്ളൊരു റിസൾട്ട് നമ്മൾ വെച്ചിട്ട് അത് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ അള്ളാഹു താലയിലേക്ക് ബാക്കി കാര്യങ്ങൾ അർപ്പിക്കുക. നമ്മൾ പ്രവർത്തിക്കുക, ദുആ ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ അള്ളാഹു താലയിലേക്ക് അർപ്പിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു തവക്കുൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്, നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായാൽ ചെയ്യാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ വേക്കുകൾ നിങ്ങൾ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾ സൂപ്പറായാണ്, അടിപൊളിയാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ നല്ല ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളൊരു മാറ്റം കുറിക്കാൻ വേണ്ടിയാണ്. അത് ഇന്ന് തന്നെ ആവട്ടെ, അതിനൊരു മാറ്റം നിങ്ങൾ ഇന്ന് തന്നെ ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ലെങ്കിലും ലോങ് ടൈം ബെനിഫിറ്റിന് വേണ്ടി ഇന്ന് തന്നെ മാറുക. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്താൽ മാത്രമാണ് വലിയ സ്റ്റെപ്പുകൾ നമുക്ക് എടുക്കാൻ ഒരു കറേജും ഗട്ട്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ജസാക്കല്ലാഹു ഖൈർ ദുആ വസിയത്തോടെ നമ്മളെല്ലാവരെയും എന്ത് പ്രതിസന്ധി വന്നാലും അള്ളാഹു തആലയോടുള്ള വിശ്വാസവും ഈമാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ പകർത്തുന്ന മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു സീരീസ് ഞാൻ പഠിച്ചു നിങ്ങളെ വീഡിയോ ചെയ്യുന്നതാണ്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതിൽ തിരുത്തേണ്ടത് നിങ്ങൾ തിരുത്തി നല്ല കാര്യങ്ങൾ, നമ്മൾ ഇസ്ലാമപരമായിട്ട് തിരുത്തേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക. നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.